ബ്ലേസറിന്. അപ്പോൾ അതിൻ്റെ ഇറക്കം ആദ്യമേ ഇങ്ങനെ മടക്കി പിടിക്കണം. ഈ തള്ളവരൽ മടക്കി പിടിച്ചിട്ടാണ് ബോഡിയുടെ ഇറക്കം ഇങ്ങനെ വരുന്നത്. ഈ പോർഷൻ്റെ അവിടെ ആയിട്ടുള്ള ഒരു ടൈറ്റ് അളവ്. ഒരു സൂട്ടിന് അളവെടുക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സൂട്ടിൻ്റെ ബ്ലേസറിന് അപ്പോൾ അതിൻ്റെ ഇറക്കം, ഷോൾഡർ, ബോഡി, പിന്നെ സ്റ്റൊമക്ക്, സീറ്റ്, അത്രയും കാര്യങ്ങളാണ് എടുക്കുന്നത്. ഇപ്പോൾ ലെങ്ത്ത് എടുക്കുമ്പോൾ അത് ഈ കൈയുടെ അനുസരിച്ചാണ് വരുന്നത്. ഈ കൈയുടെ ആദ്യമേ ഇങ്ങനെ മടക്കി പിടിക്കണം. ഈ തള്ളവരൽ മേലെ നീട്ടിയിട്ട് ഇങ്ങനെ മടക്കി പിടിക്കണം. എന്നിട്ട് നേരെ ഇങ്ങനെ തൂക്കിയിടണം. നേരെ തൂക്കി ഇട്ടിട്ട് പിന്നെ അതിൻ്റെ അളവ് എടുക്കുമ്പോൾ അതിൻ്റെ ഇറക്കം എടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ ഇടയ്ക്ക്, ഈ കോളറിൻ്റെ ഇടയ്ക്കൂടെ ഒരു ജോയിൻ്റ് ഉണ്ട്. ഈ ജോയിൻറ്റിൻ്റെ അവിടെയായിട്ട് തുടങ്ങണം. ടേപ്പ്, ആദ്യത്തെ ടേപ്പ് അവിടെയാണ് വെക്കേണ്ടത്. തുടക്കത്തിൽ അവിടെ വെക്കണം. എന്നിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ ഈ കൈ തൂക്കിയിട്ടിരിക്കുന്നത്, കൈ തൂക്കിയിട്ട് തള്ളവരൽ മടക്കി പിടിച്ചിട്ട് കൈ തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ അവിടെയായിട്ടുള്ള ലെങ്ത്താണ്. ഇപ്പം ഓരോർക്കും ഓരോ രീതിയായിരിക്കും വരുന്നത്. വെച്ചാൽ ഈ ലെങ്ത്ത് മോൻ്റെ ഉദ്ദേശിച്ച് കൈയുടെ നീളം ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ സാധാരണ നമ്മൾ വരുന്നത് ഈ വെട്ടിൻ്റെ അവിടെ വരെയാണ് കൈ ഇറക്കം വരുന്നത്. മോന് നോർമലി ഇച്ചിരി കൈനീളം ഉള്ളത് കൊണ്ട് ഈ ഇവിടെ വരെ വെക്കണം. എന്നിട്ട് ഫ്രണ്ടിലും കൂടെ ഞാൻ നോക്കിയാൽ നേരെ നിൽക്കണം, നേരെ നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ കൈയുടെ ഇവിടെ വരെ മതി. ഈ ഇറക്കം എടുക്കുമ്പോൾ മോൻ്റെ ഇപ്പം മോൻ നോർമലിനെക്കാട്ടിലും കൈക്ക് ലെങ്ത്ത് കൂടുതലാണ്. അപ്പം ഈ കണക്കിൽ വരുമ്പോൾ 27 ആണ് മോൻ്റെ അളവ് വരുന്നത്. പക്ഷേ നോർമലി നമ്മൾ ലെങ്ത്ത് എടുക്കുമ്പോൾ ഈ തള്ളവിരലിൻ്റെ ഈ തുടങ്ങുന്ന ഭാഗത്തായിട്ട് ഇത്രയും ലെങ്ത്ത് എടുത്താൽ മതി. ഈ ഇതിൻ്റെ കൈ നേരെ തൂക്കി ഇട്ടിട്ട് ഇത്രയും ലെങ്ത്ത് എടുത്താൽ മതി. അതാണ് ഒരു ബോഡിയുടെ ഫുൾ ലെങ്ത്ത് വരുന്നത്. ഇങ്ങനെ അതിൻ്റെ ലെങ്ത്ത് പിടിച്ചാൽ മതി, മടക്കി പിടിച്ചിട്ട്. ഇതാണ് ലെങ്ത്ത്. ഓക്കെ, ക്ലിയർ. ഇനി ഷോൾഡർ എടുക്കുമ്പോൾ മോൻ്റെ ഷോൾഡർ ഞാൻ കാണിക്കാതെ ഇനി എങ്ങനെ എടുക്കുന്നത് പറഞ്ഞു. ഷോൾഡറിൻ്റെ അളവ് ഷോൾഡർ ടു ഷോൾഡറാണ്. ഈ ഷോൾഡർ തൊട്ട് ഈ ഷോൾഡർ വരെയാണ് ഷോൾഡറിൻ്റെ അളവ്. ഇപ്പോൾ ഷർട്ടിന് പറയുമ്പോൾ ഷർട്ട് ഇച്ചിരി താന്ന് കിടക്കും. ഈ ഇച്ചിരി ഷോൾഡറിൻ്റെ ജോയിൻ്റ് ഇച്ചിരി താന്ന് കിടക്കും. നമ്മൾ അത് നോക്കണ്ട. അത് നോക്കാതെ കോട്ടിൻ്റെ അളവ് എടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ കറക്റ്റ് ഷോൾഡർ, ഇവിടെ ഒരു എല്ലോ ഉണ്ട്, കറക്റ്റ് ഈ എല്ലിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. കറക്റ്റ് ഷോൾഡർ കോട്ടിൻ്റെ അളവ് എടുക്കുമ്പോൾ എപ്പോഴും ആ രീതിയിലായിരിക്കും വരുന്നത്. ഈ ഷോൾഡറിൻ്റെ ഈ ജോയിൻറ്റ് പോർഷൻ തൊട്ട് ഇത് നോക്കിക്കോണേ, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ, ഇവിടെ വരെ, ഈ എല്ലിൻ്റെ അവിടം വരെ. ഇങ്ങോട്ട് പോകുമ്പോൾ താന്നു പോകും. ആ എല്ലിൻ്റെ അവിടം വരെ ഞാൻ എന്നോട് ടേപ്പ് പിടിച്ച് കാണിക്കാം. ഇതാണ് അതിൻ്റെ അളവ് വരുന്നത്. ഈ വിരൽ പിടിച്ചിരിക്കുന്നതിൻ്റെ അവിടെയാണ് ഇത്. ഇവിടെ തൊട്ട് കറക്റ്റ് ഇവിടെ വരെയാണ് ഷോൾഡറിൻ്റെ അളവ് വരുന്നത്. കാണാൻ പറ്റും അല്ലേ? ഓക്കെ. ഇനി കൈ നീളം സ്ലീവ് ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ പിടിച്ച ആ ഷോൾഡറിൻ്റെ അവിടം തൊട്ട് കറക്റ്റ് അവിടം തൊട്ട് സ്ലീവ് ലെങ്ത്ത് എടുക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ഈ കൈ തീരുന്ന സ്ഥലത്ത് കാണാം. ഇച്ചിരി പുറകോട്ട് കൈ തൂക്കിയിട്ട് കഴിയുമ്പോൾ കൈ തീരുന്ന സ്ഥലത്ത്, ഇവിടെയായിട്ട് തീരുന്ന സ്ഥലത്ത് ഏകദേശം നമ്മൾ വാച്ച് കെട്ടുന്നില്ല, അവിടെയായിട്ട് അവിടെ വരെ ഉള്ള ലെങ്ത്താണ് കറക്റ്റ് വരുന്നത്. വാച്ച് കെട്ടുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് കൈ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇവിടെയാണ്. ഇവിടം വരെയാണ് കൈയുടെ ലെങ്ത്ത് വരുന്നത്. ഓക്കെ. ഇനി കൈ ലെങ്ത്തായി. അടുത്ത ജസ്റ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ ബോഡിയുടെ ഇടയ്ക്കിടെ തേപ്പിട്ടിട്ട് നെഞ്ചളവാണ്. ഫുള്ള് ടൈറ്റ് അളവ് എടുത്താൽ മതി. ഇങ്ങനെ ഫുൾ ടൈറ്റ് അളവ്. ഇങ്ങനെ ടൈറ്റ് അളവ് എടുക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചാൽ മതി. ഇങ്ങനെ പിടിക്കുമ്പോൾ അതിൽ ഫുള്ള് വണ്ണം കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റൊമക്ക്, നമ്മുടെ വയറിൻ്റെ അവിടെയായിട്ട് ഉള്ള അളവാണ്. വയറിൻ്റെ അവിടെ കറക്റ്റ് ടേപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് അത് എത്രയാണോ, എല്ലാ ഇഞ്ചിൻ്റെ കണക്കിലാണ് വരുന്നത്. ഇഞ്ചിൻ്റെ കണക്കിൽ കുറിച്ചിടണം. ഇപ്പോൾ സ്റ്റൊമക്കായ അവിടുത്തെ നമ്മുടെ ഹിപ്പ്, ബെറ്റക്സിൻ്റെ അളവ് വരുമ്പോൾ കറക്റ്റ് നമ്മുടെ ബെറ്റക്സിൻ്റെ അവിടെ ആ റൗണ്ടിൻ്റെ അവിടെയായിട്ട് ടേപ്പ് ഇടണം. ഇങ്ങനെ കറക്റ്റ് ടേപ്പിൻ്റെ ബാക്ക് തിരിഞ്ഞാണ് അല്ല, ഇങ്ങനെ കറക്റ്റ് നമ്മുടെ ബെറ്റക്സിൻ്റെ അവിടെയായിട്ട് ടേപ്പ് ഇട്ടിട്ട് കുറച്ച് ഇങ്ങനെ കറക്റ്റ് ടേപ്പ് അവിടെ ഇട്ടിട്ട് ഇത് ഫുള്ള് ഫ്രണ്ട് പിടിക്കണം. വട്ടം പിടിച്ചാൽ കറക്റ്റ് വട്ടം പിടിച്ച് നേരെ നീങ്ങി ഇങ്ങനെ കറക്റ്റ് നേരെ പിടിച്ച് ഇതിൻ്റെ ഒരു ടൈറ്റ് അളവ്. ഇത്രയും അളവാണ് സൂട്ടിന് ആവശ്യം വരുന്നത്. ഇനി അതുകൂടാതെ ഒരു വേസ്റ്റ് കോട്ടും കൂടെ ഉണ്ട്. വേസ്റ്റ് കോട്ടിൻ്റെ അളവ് എടുക്കുമ്പോൾ നേരത്തെ നമ്മൾ മുമ്പേ ലെങ്ത്തിനെ എടുത്ത പോലെ തന്നെ ഈ കോളറിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ജോയിൻ്റ് ഉണ്ട്. ആ ജോയിൻറ്റിൻ്റെ അവിടെ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ ഈ ബെൽറ്റ്, നോർമലി നമ്മൾ ബെൽറ്റ് ഇടുന്ന എവിടെയാണ് ബെൽറ്റ് ഇടുന്നത് അല്ല പാൻറ് ഇടുന്നത് അവിടെ വരെ ഉള്ള ലെങ്ത്താണ് എടുക്കുന്നത്. ഇതാണ് വേസ്റ്റ് കോട്ടിനുള്ള ലെങ്ത്ത് വരുന്നത്, ഈ ബെൽറ്റിൻ്റെ അവിടെ വരെ ഉള്ളത്. ഇപ്പോൾ വേസ്റ്റ് കോട്ടിൻ്റെ ആയി. പാൻറ്റിൻ്റെ അളവ് എടുക്കുമ്പോൾ പാൻറ്റിൻ്റെ ആദ്യമേ എടുക്കുന്നത് നമ്മുടെ സിബിൻ്റെ ലെങ്ത്താണ്.
സിബിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ ബെൽറ്റ് കളഞ്ഞ് നമ്മുടെ ബെൽറ്റ് ഇടുന്ന ഈ ഇത്രയും വീതി കളഞ്ഞിട്ട് താത്ത് നമ്മൾ ടേപ്പ് പിടിക്കണം. അതിൻ്റെ അവിടെ തൊട്ട് ഈ സിബിൻ്റെ ഈ തയ്യൽ വരുന്ന സ്റ്റിച്ച് വരുന്നതിൻ്റെ അവിടെ വരെ ഉള്ള അളവാണ്. അവിടെ വരെ എത്രയാണ് വരുന്നത് അത് ഇഞ്ച് ബേസിൽ അതൊന്ന് കുറച്ച്. ഇതാണ് സിബിൻ്റെ അളവ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ലെങ്ത്താണ്, പാൻറ്റിൻ്റെ ലെങ്ത്ത്. പാൻറ്റിൻ്റെ ലെങ്ത്ത് വന്നാൽ പാൻറ്റ് നമ്മൾ അറയുടെ അവിടെ ആയിട്ട് ഇട്ടിരിക്കുന്നതിൻ്റെ അവിടെ ആയിട്ട് ടേപ്പ് പിടിക്കണം. അവിടെ പിടിച്ചിട്ട് പിന്നെ ഫുൾ ലെങ്ത്ത് നമ്മുടെ എവിടെ വരെയാണ് നമുക്ക് ഇറക്കം വേണ്ടത് അവിടെ വരെ ഉള്ള ലെങ്ത്ത് കറക്റ്റ് ഫുൾ ലെങ്ത്ത് അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. നോർമലി ഇട്ട് വരുമ്പോൾ 1 ഇഞ്ച് കുറയുക, അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇറക്കം എടുക്കണം. നോർമലി ഇറക്കം ഇടുമ്പോൾ പാൻറ്റ് ആയതുകൊണ്ട് ചുളുങ്ങി വരുമ്പോൾ ഇച്ചിരി ഇറക്കം കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇറക്കം എപ്പോഴും കറക്റ്റ് എടുത്തോണം. പിന്നെ അത് കഴിഞ്ഞിട്ട് തൈയുടെ അളവ്. തൈയുടെ അളവ് നമുക്ക് ഈ ടേപ്പ് ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ ടൈറ്റ് വണ്ണം എടുത്താൽ മതി. കറക്റ്റ് ടൈറ്റ് എത്രയാണെന്ന് വെച്ചാൽ വരുന്നത് ആ ടൈറ്റ് വണ്ണം, ഇത് തുടവണ്ണമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് മുട്ടുവണ്ണം. മുട്ടുവണ്ണം വരുമ്പോൾ കറക്റ്റ് മുട്ടിൻ്റെ അവിടെയായിട്ട് ഉള്ള ടൈറ്റ് അളവ് കറക്റ്റ് ഇങ്ങനെ ടൈറ്റ് പിടിച്ചിട്ട് അത് എത്ര ഇഞ്ചാണ് വരുന്നത് അതൊന്ന് കുറിച്ചിടണം. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി സ്ലിം ഫിറ്റ്, ഇപ്പം വരുന്ന സ്ലിം ഫിറ്റ്, പെൻസിൽ ഫിറ്റ്, ആംഗിൾ ഫിറ്റൊക്കെ വരുന്നതിനാണ് ഒരു 2 അളവും കൂടെ അഡീഷണൽ വേണ്ടി വരും. അത് മുട്ട് കളഞ്ഞ് കുറച്ച് താന്നിട്ട് ഇവിടെ വരുന്ന ഈ പോർഷൻ്റെ അവിടെ ആയിട്ടുള്ള ഒരു ടൈറ്റ് അളവും കൂടെ കുറിച്ചിടണം. ഇപ്പം ഇങ്ങനെ കറക്റ്റ് പിടിച്ചാൽ മുട്ട് കളഞ്ഞിട്ട് കുറച്ച് താന്നിട്ട് വരുന്ന അവിടെ ആയിട്ട് ചിലർക്ക് അവിടെ മസിൽസ് കൂടുതൽ കാണും, ചിലർക്ക് കുറവ് കാണും. അത് കറക്റ്റ് അറിയാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു അളവും കൂടെ വരുന്നത്. അപ്പോൾ അതുകൂടെ എടുക്കണം. പിന്നെ അത് കളഞ്ഞിട്ട് കുറച്ചുകൂടെ താന്നിട്ട് ഇവിടെ ആയിട്ട് വരുന്ന അവിടുത്തെ വണ്ണം കൂടെ കറക്റ്റ് ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് അവിടെ എത്രയാണെന്ന് വെച്ചാൽ വരുന്നത് ആ വണ്ണം കൂടെ ഇവിടെ കുറിച്ചെടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും അടിയിൽ നമ്മുടെ ബെൽസിൻ്റെ അവിടെ ആയിട്ട് എത്രയാണെന്ന് വെച്ചാൽ വേണമെന്ന് വെച്ചാൽ അവിടെ ഏറ്റവും അടിയിലത്തെ വണ്ണം കൂടെ അതുകൂടെ കുറിച്ചിടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അരവണ്ണം, നമ്മുടെ അരവണ്ണമാണ് കറക്റ്റ് അരവണ്ണം. ഈ അരയുടെ എവിടെ വെച്ചാണ് നമ്മളെ പാൻറ് ഇടുന്നത് അവിടെ വരെ ഉള്ള കറക്റ്റ് ഇങ്ങനെ വട്ടം പിടിച്ചാൽ മതി. കറക്റ്റ് ടേപ്പ് വട്ടം പിടിച്ചിട്ട് ഉള്ള വണ്ണം കറക്റ്റ് എടുത്താൽ കൃത്യ അളവ് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കറക്റ്റ് അളവ്. ഇനി അത് കൂടാതെ ഒരളവും കൂടെ ഉണ്ട്. പിന്നെ സീറ്റ് വണ്ണം കറക്റ്റ് നമ്മുടെ സീറ്റിൻ്റെ ബാറ്റക്സിൻ്റെ അവിടെയായിട്ട് ടേപ്പ് ഇട്ടിട്ട് കറക്റ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ വട്ടം പിടിച്ചാൽ മതി. വട്ടം പിടിച്ച് എത്രയാണെന്ന് വെച്ചാൽ ടൈറ്റ് അളവ് എടുത്താൽ മതി. എത്രയാണെന്ന് വെച്ചാൽ വരുന്നത് വെച്ചാൽ അതും കൂടെ കുറിച്ചിടണം. അപ്പോൾ ഇത്രയും അളവൊക്കെ ഉള്ളൂ പാൻറ്റിൻ്റെ.